ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഇന്ന് പെസഹ ആചരിക്കുകയാണ്. പെസഹ ആചരണത്തിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ കാർമ്മികത്വത്തിൽ കാൽക്കഴുകൽ ശുശ്രൂഷ നടന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ നിന്നും വിജിത ചേരുന്നുണ്ട്. വിജിത, പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ എന്തെല്ലാം ചടങ്ങുകളാണ് നടക്കുന്നത്? ഇന്നത്തെ ഈ പെസഹ ആചരണത്തിന്റെ ഭാഗമായി എന്തെല്ലാം പരിപാടികൾ അല്ലെങ്കിൽ ചടങ്ങുകളാണ് ഇനി നടക്കാനുള്ളത്? അതുല്യ സൂചിപ്പിച്ചതുപോലെ ഞാനിപ്പോൾ കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയുടെ മുൻവശത്താണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ കാൽകഴുകൽ ചടങ്ങുകളെല്ലാം തന്നെ കഴിഞ്ഞ് ഇപ്പോൾ പ്രാർത്ഥനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ കാർമ്മികത്വത്തിലാണ് ഇവിടെ കാൽകഴുകൽ ചടങ്ങെല്ലാം നടന്നത്. നമുക്കറിയാം, ഈ ഒരു ക്രൈസ്തവ വിശ്വാസ പ്രകാരം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനം തന്നെയാണ്. വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. എന്തായാലും ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും, ഒരുപാടധികം വിശ്വാസികളാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഈ ഒരു പള്ളി അങ്കണത്തിൽ ഒരുപാടധികം വിശ്വാസികളാണ് പ്രാർത്ഥനാഭരിതരായി നിൽക്കുന്നത്. രാവിലെയുള്ള ആ ഒരു കുർബാനയ്ക്കെല്ലാം ഒരുപാട് പേരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതിനുശേഷം വളരെ ഒരു പ്രാർത്ഥനാഭരിതമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് ഇവിടെ ഓരോ ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഒക്കെ ഒരു വിശുദ്ധ വാരാചരണത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഈ ഒരു യേശുക്രിസ്തുവിന്റെ ആ ഒരു യേശുക്രിസ്തു കടന്നുപോയ വഴികളിലൂടെയെല്ലാം ആ ഒരു ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും എല്ലാം ആ ഒരു വാരാചരണമാണ്, അല്ലെങ്കിൽ ആ ഒരു കടന്നുപോയ വഴികളിലൂടെയെല്ലാം അനുസ്മരിച്ചുകൊണ്ടാണ് ഈ ഒരു വിശുദ്ധ വാരാചരണത്തിലൂടെ എല്ലാവരും വിശ്വാസികളെല്ലാവരും തന്നെ കടന്നു പോകുന്നത്. എന്തായാലും ഈ ഒരു പെസഹ വ്യാഴത്തിലെ അവസാന അത്താഴ കുർബാനയോടെയാണ് ഈസ്റ്റർ ത്രിദിനത്തിനെല്ലാം തന്നെ ആരംഭമാകുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ ആഴ്ചയിലെ ഈ ഒരു വിശുദ്ധ ബുധന് ശേഷവും അതുപോലെ തന്നെ ദുഃഖവെള്ളിക്ക് മുൻപുമായിട്ടാണ് ഈ ഒരു പെസഹ വ്യാഴം ഇന്ന് ഈ ഒരു പെസഹ വ്യാഴം എന്ന് പറയുന്ന ഈ ഒരു പ്രധാനപ്പെട്ട ദിവസം ആചരിക്കുന്നത്. ഈ ഒരു ദിവസത്തിൽ തന്നെ പ്രാർത്ഥനകളെല്ലാം തന്നെ തീവ്രമാകും എന്നുള്ള ഒരു വിശ്വാസം കൂടി അവർക്കുണ്ട്. ഇപ്പോൾ കാൽകഴുകൽ ചടങ്ങാണ്. ഓരോ ഇടവകയിൽ നിന്നും 12 ശിഷ്യന്മാരുടെ കാൽകഴുകൽ ചടങ്ങാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. യേശു അത്രയും ഒരു എളിമയുള്ള അല്ലെങ്കിൽ സ്നേഹമുള്ള മനുഷ്യജീവികളോട് സ്നേഹമുള്ള ഒരാൾ ആണ് എന്നുള്ള ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വിശ്വാസത്തിന്റെ ഓർമ്മ പുതുക്കലും ആചരണവും തന്നെയാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരം എല്ലാ വീടുകളിലും ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ഈ ഒരു ദിവസത്തിന്റെ പെസഹ അപ്പം കൂടി വിരുന്ന് അല്ലെങ്കിൽ പെസഹ വിരുന്ന് കൂടി ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പുളിയില്ലാത്ത അപ്പത്തിന്റെ ദിവസം എന്ന് തന്നെയാണ് ഈ ഒരു പെസഹ ദിവസത്തിലെ ആ ഒരു അപ്പത്തിനെയും അല്ലെങ്കിൽ ഒരു പെസഹ ദിവസത്തിലെ ദിനത്തെയും കൂടി ഓർമ്മപ്പെടുത്തുന്നത്. എന്തായാലും എല്ലാവരും ആ ഒരു വിശ്വാസികളെല്ലാം തന്നെ പ്രാർത്ഥനകളിലെല്ലാം തന്നെ മുഴുകുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു പള്ളി അങ്കണത്തിൽ നിന്ന് നമുക്കെല്ലാം തന്നെ കാണാൻ കഴിയുന്നത്. അതുല്യ.